നമസ്കാരം. UAE-യിലെ ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അന്വേഷണത്തിന് ഷാർജ പോലീസ്. ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശമുണ്ട്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് വിശദീകരിക്കുന്നത്. മരിക്കാൻ ഒരു ആഗ്രഹവുമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കായിരുന്നു വിഭജിക. ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാവൽക്കല സ്വദേശി നിതീഷ് വലിയ വീട്ടിലാണ് ഭർത്താവ്. ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നാണ് വിവരം. 7 വർഷമായി വിഭജിക UAE-യിലാണ് ജോലി ചെയ്യുന്നത്. 4.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഷാർജ അൽ നഹദയിലെ താമസ സ്ഥലത്താണ് വിഭജികയെയും കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്നുമായി ബന്ധപ്പെട്ട വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി. അച്ഛന് കുറെ കാശ് വേണം, വലിയ വണ്ടി വേണം, വലിയ ഫ്ലാറ്റ് വേണം, സുഖിക്കണം. മകൾക്ക് ഒരു ബോഡി ഗാർഡിനെയും വേണം. എന്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല. എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. ഇത് എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനുമില്ല. സ്വയം അടിച്ചു പൊളിച്ചു നടക്കണം. ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം. കുഞ്ഞായതിനു മുൻപ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു എന്ന് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വിഭജിക പറയുന്നു. ഇതിനൊപ്പമാണ് ആത്മഹത്യാക്കുറിപ്പും പോലീസിന് കിട്ടിയത്. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. തന്റെ മരണത്തിൽ 1-ാം പ്രതികൾ നാത്തൂനായ നീതു, നിതീഷ് മോഹൻ എന്നിവരും 2-ാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്തൃപിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കത്തിലുള്ളത്. അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറിയെന്ന് അറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്ത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് കുറിപ്പിൽ വിഭജിക പറയുന്നു. ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് വിശദീകരിക്കുന്നത്. കല്യാണം ആഡംബരമായി നടത്തിയിട്ടില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല്ല ചെയ്തുവെന്നും വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു. കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ ഇവരുടെ വാക്ക് കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി. മുടിയും പൊടിയും ചേർന്ന ഷവർമ എന്റെ വായിൽ കുത്തിക്കയറ്റി. ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു. ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് വിഭജിക കുറിപ്പിൽ പറയുന്നു. ഗർഭിണിയായി 7-ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്നും കത്തിൽ വിഭജിക പറയുന്നുണ്ട്. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറയുന്ന കേട്ട് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തന്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും, എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും വിഭജിക പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായിരുന്നില്ലെന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിമണും പറയുന്നു.